ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? കുറേ നാൾക്ക് ശേഷം ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. മടി കാരണമാണ് കുറേ നാളായിട്ട് ഞാൻ വീഡിയോസൊക്കെ ചെയ്യാതെ അങ്ങ് ഇരിക്കുമായിരുന്നു. ഇപ്പോൾ അതിനിടയ്ക്ക് എന്തായാലും ഡെലിവറിയും പ്രഗ്നൻസിയും ഡെലിവറിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ബേബിയുണ്ട്. ബേബിക്ക് വേണ്ടി ഞാൻ കുറച്ച് പ്രൊഡക്ട്സൊക്കെ അത്യാവശ്യം വേണ്ട കുറച്ച് പ്രൊഡക്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിവ്യൂസ് ചെയ്യാമെന്ന് കരുതി. ഇതിപ്പം ഞാൻ അവനെ കിടത്തി കുളിപ്പിക്കാൻ വേണ്ടി ഒരു ബേബി പൂൾ വാങ്ങിയായിരുന്നു. ശരിക്കും ഇതൊരു സ്വിമ്മിംഗ് പൂളാണ്. ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. ഇത് ഞാൻ 1499, അതായത് 1500 വാങ്ങിയൊരു ഇതാണ്. ഇത് നല്ല യൂസ്ഫുള്ളായിട്ടാണ് തോന്നിയത്. അതായത് ഇതൊരു സ്വിമ്മിംഗ് പൂളാണ്. അപ്പം ആസ് എ ന്യൂ മം എനിക്ക് വാവനെ കുളിപ്പിക്കാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ നിന്നെങ്ങാനും തെന്നി താഴെ വീഴുമോ, തലയിടിക്കുമോ എന്നൊക്കെ ഓർത്തിട്ട്. അപ്പം ഇത് നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. ഇതൊരു ബെഡ് പോലെ തന്നെ ഇരിക്കും. ഇതിൻ്റെ കൂടെ നമുക്ക് എയർ പമ്പൊക്കെ കിട്ടും, കാറ്റടിക്കാനുള്ള ഇതൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. വാവനെ ഞാൻ ആദ്യം കുളിപ്പിക്കുന്നത് നമ്മുടെ ബേബി ബെഡിനകത്ത് കിടത്തി പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ കിടത്തിയായിരുന്നു. പക്ഷേ ഇവൾ നീളം വെക്കാൻ തുടങ്ങിയപ്പോഴേക്കും നമുക്ക് അത് പറ്റില്ല എന്നായ. അങ്ങനെയാണ് ഇതിലേക്ക് എത്തിച്ചേർന്നത്, മേടിച്ചത്. ഇതെന്തായാലും എനിക്ക് നല്ല യൂസ്ഫുള്ളായിരുന്നു. അവൾക്കും ഇഷ്ടപ്പെട്ടു. കാരണം ഇങ്ങനെ നമ്മൾ ആദ്യം കുളിപ്പിച്ചപ്പോൾ തറയിൽ കിടത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു റബ്ബർ ഷീറ്റൊക്കെ ഇട്ട് കുളിപ്പിച്ചപ്പോഴേക്കും എന്നാന്ന് വെച്ചാൽ കൊച്ചിനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, ദേഹം വേദനയൊക്കെ എടുക്കുന്നു. ഇതാകുമ്പോൾ കുഴപ്പമില്ല, ബെഡ് പോലെ തന്നെ കിടക്കുകയും ചെയ്യും. ആൾ വെയിറ്റിംഗ് ആണ്. ഞാനിത് 4ാം മാസത്തിലുള്ള വീഡിയോ ആണിത്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് 6 മാസം. ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ഇടുമ്പോൾ 10 മാസമുണ്ട് ആൾക്ക്. അപ്പം ആളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും ഇത് നിറഞ്ഞ് കാറ്റ് നിറയ്ക്കാൻ വേണ്ടി. അവൻ നോക്കി നിൽക്കും ഇതെന്താ സംഭവം എന്നൊക്കെ. ഓക്കെ, അപ്പം ഇത് കാറ്റടിച്ച് നിറയ്ക്കുക എന്നുള്ളത് നല്ലൊരു പണിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇച്ചാനുണ്ടായിരുന്നെങ്കിൽ ഇത് ഇച്ചാന് കിട്ടേണ്ട പണിയാണ്. എൻ്റെ ഉപ്പാട് കലങ്ങി. നല്ല പണിയുണ്ട് ഇത്. കാറ്റടിച്ച് നിറയ്ക്കുക എന്ന് പറയുന്നത് ഇത്ര വലുതാണ്, നല്ല വലിപ്പമുണ്ട് ഇത്. ഒരു ബെഡിൻ്റെ അത്ര, നമ്മുടെ ഇപ്പം കട്ടിലിൻ്റെ അത്രയൊക്കെ വലിപ്പമുണ്ട്. ഇതിൻ്റെ നല്ലൊരു ക്വാളിറ്റിയുള്ള പമ്പും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിന് 2 നോബൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതിൻ്റെ അറ്റാച്ച്മെൻ്റൊക്കെ നമുക്ക് ഇൻസ്ട്രക്ഷൻസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാവുന്നേ ഉള്ളൂ. ആദ്യം ഒന്ന് ഡൗട്ടായിരുന്നു, പക്ഷേ എനിക്ക് പിന്നെ മനസ്സിലായി ഇതെങ്ങനെ സംഭവം, എന്താ സംഭവം. നമുക്കത് സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ശരിക്കും ഇതിൻ്റെ ഇത് ശരിക്കും സ്വിമ്മിംഗ് പൂളാണ്. അതായത് നമുക്കൊരു 3 പിള്ളേർക്കൊക്കെ കിടന്ന് കളിക്കാൻ പറ്റിയ, അത് വെള്ളം നിറച്ച് കഴിഞ്ഞിട്ട് ഇത് കളിക്കാൻ പറ്റിയ സ്വിമ്മിംഗ് പൂളാണ്. ഞാൻ പക്ഷേ നമുക്കിത് ഇങ്ങനെ യൂസ് ചെയ്യാമല്ലോ, പല യൂസുണ്ട്. ഞാൻ ഇത് കഴിഞ്ഞ് ഇവളൊരു 10ാം മാസമൊക്കെ ആയപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്ത്, ഇവൾക്ക് കിടത്തി കുളിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നായപ്പോഴേക്കും ഇത് ഉണക്കി തുടച്ച് വൃത്തിയാക്കി അകത്തിട്ട് കളിക്കാനുള്ളൊരു ഏരിയയൊക്കെ ഇതിനകത്ത് കളിപ്പാട്ടമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് കിടന്ന് അപ്പോൾ ഇരിക്കുമ്പോഴും ഒക്കെ മറിഞ്ഞ് വീഴുമ്പോഴൊക്കെ തല മുട്ടത്തില്ല. നമുക്ക് തറയിൽ വിടുമ്പോൾ നമുക്ക് പേടിയായിരിക്കുമല്ലോ. ഫ്ലോർ ടൈം വേണം, അതല്ല, എന്നാലും നമുക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെ നമുക്ക് ഇതിനകത്ത് കളിപ്പിക്കാം. വാവേനകത്തിരുന്ന് കളിച്ചോളൂ. എനിക്കിതൊരു നല്ല യൂസ്ഫുള്ളായിട്ടൊരു പ്രൊഡക്റ്റായിട്ടാണ് തോന്നിയത്. ഇതിൽ ചെറുതുണ്ട്, പല സൈസിലുണ്ട്. ഞാനിത് ഇത് 5 അടിയുടെ കേട്ടോ. 5 അടിയുടെ ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല. ഞാൻ തെറ്റി വാങ്ങിയതാണ്, പക്ഷേ കുഴപ്പമില്ലായിരുന്നു. 5 അടിയുടെ ആവശ്യമില്ല. ശരിക്കൊരു കുളിപ്പിക്കാനാണെങ്കിൽ 2 അടിയുടെയൊക്കെ ആവശ്യം മതി. 2 അടി 3 അടിയുടെയൊക്കെ ആവശ്യമുള്ളൂ. ഇത് 5 അടിയുടെയാണ്. ഇതൊരു 3-4 പിള്ളേർക്ക് ഒരുമിച്ചിരുന്ന് കളിക്കാനുള്ള, വെള്ളമൊക്കെ ഒഴിച്ചിട്ട് സ്വിമ്മിംഗ് പൂളായിട്ട് കളിക്കാനുള്ള ആ ഒരു വലിപ്പമുണ്ട്. ഇത് കാറ്റടിച്ച് നല്ല ടൈം എടുക്കും, നല്ല രീതിയിൽ എഫേർട്ട് ഇടണം കാറ്റടിച്ച് നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ. വാവ നല്ല ഹാപ്പി ആയിരുന്നു. ഇതിനകത്ത് കുളിപ്പിക്കുമ്പോഴേക്കും ആൾക്ക് ബെഡിൽ കിടക്കുന്ന പോലെ തന്നെയല്ലേ. നമുക്ക് റബ്ബർ ഷീറ്റിനകത്തിട്ട് തറയിലൊക്കെ കിടത്തുമ്പോഴേക്കും ആൾക്ക് ദേഹം അത്ര സുഖമില്ലായിരുന്നു. എന്തായാലും ഇതിനകത്ത് കുളിപ്പിക്കുമ്പോൾ ആളും കുളിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ്, ഭയങ്കര ഹാപ്പിയായിരുന്നു. എനിക്ക് നല്ല സ്മൂത്തായി. കാരണം ഒന്ന് കയ്യിൽ നിന്നൊന്ന് തെന്നിപ്പോയാലും തലയൊന്നും ഇടിച്ച് വീഴത്തില്ല. നമ്മൾ സേഫായിട്ട് നമുക്ക് കുളിപ്പിച്ചെടുക്കാൻ പറ്റും. ന്യൂ മോംസിന് ശരിക്കും ഉപകാരപ്പെടും. എനിക്ക് നല്ല യൂസ്ഫുള്ളായിരുന്നു. എന്തായാലും ഈ വീഡിയോ എടുക്കുമ്പം ഇവർക്ക് 6 മാസം ഉണ്ട്. ഞാൻ 2 മാസത്തോളം ഇതിനകത്ത് കുളിപ്പിച്ചായിരുന്നു. 4ാം മാസത്തിൽ മേടിച്ചതാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഈ വീഡിയോ എടുത്തു തരുന്ന ഇച്ചാനുണ്ടായിരുന്നു, നാട്ടിൽ വന്നായിരുന്നു ആ സമയത്ത്. അപ്പം ഇച്ചാനാണല്ലോ ആദ്യം ഡൗട്ടായിരുന്നു, എന്തിനിപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഇത് കണ്ടപ്പോൾ മനസ്സിലായി നമുക്ക് നല്ലൊരു ഡിസിഷനായിരുന്നു ഇതെടുത്തത്. ഇതാണ് അവസ്ഥ. ബേബീസ് എന്തായാലും കുളിപ്പിക്കുന്ന സമയത്ത് അടങ്ങിയിരിക്കത്തില്ല. കാല് വെച്ച് ഇങ്ങനെ കുന്തിച്ചാടുക, പൊങ്ങുക,
തുള്ളിക്കളിക്കുകയൊക്കെ ആയിരിക്കും. എല്ലാ പിള്ളേരും അങ്ങനെ തന്നെയാണ്. അപ്പം നമുക്ക് ശരിക്കും പേടി വരും. കാര്യം എണ്ണ തേച്ച് വെള്ളവും എണ്ണയുമാണ് നമ്മൾ. അപ്പം കയ്യിൽ നിന്ന് സ്ലിപ്പായി പോകാൻ നല്ല ചാൻസ് ഉണ്ട്. എനിക്ക് നല്ല പേടിയായിരുന്നു. അപ്പോൾ തലയൊക്കെ ഇടിച്ച് വീഴുമെന്ന്. ഇപ്പോൾ ഇത് കിട്ടിയതുകൊണ്ട് നമുക്കത്ര ടെൻഷൻ അടിക്കണ്ട. ടെൻഷനില്ലാതെ നമുക്ക് കുളിപ്പിച്ചെടുക്കാം. പിന്നെ ഒരു പ്രശ്നം പറ്റിയ എന്നാന്ന് വെച്ചാൽ നമുക്കൊരു 10 മാസമായപ്പോഴേക്കും ഇതിൻ്റെ ആവശ്യം കിടത്തി കുളിപ്പിക്കേണ്ട ആവശ്യം വന്നില്ല. ഞാനപ്പോഴേക്കും ബക്കറ്റിലൊക്കെ ഇരുത്തി നമുക്ക് കുളിപ്പിക്കാം, അങ്ങനെ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. കിടക്കത്തും ഇല്ലായിരുന്നു ആൾ. കമന്ന് വീണ് മുട്ടുകാലം നിൽക്കുക 4 കാലം നിൽക്കുകയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ലാണ്ടായി. പ്രശ്നം പറ്റിയെന്താ വെച്ചാൽ അപ്പോഴേക്കും ഇത് കരിമ്പനടിച്ചു നല്ല രീതിയിൽ. കാര്യം നമ്മൾ എണ്ണയും വെള്ളമൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അതിന് നല്ല കരിമ്പനടിച്ചു. ഞാനപ്പോൾ ഒരു 6 മാസത്തോളം യൂസ് ചെയ്തപ്പോഴേക്കും ഇതായി അതിൻ്റെ അവസ്ഥ. കാണുമ്പോഴറിയാം കറുത്ത് അതിൻ്റെ ആ കിടത്തി കുളിപ്പിക്കുന്ന അവിടെ മാത്രം എണ്ണയും വെള്ളമൊക്കെ ആയതുകൊണ്ട് നല്ല രീതിയിൽ കരിമ്പനടിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഇല്ല. അതിൻ്റെ ഇച്ചിരി ഭംഗി കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ നല്ല ഇത് കഴിഞ്ഞപ്പോഴേക്കും ഞാനിങ്ങനെ അകത്ത് തന്നെ ഇട്ട് ഇവിടെ കളിക്കാനുള്ളൊരു ഇതാക്കി ഏരിയയാക്കി. അപ്പം സുഖമായിട്ട് പുള്ളിക്കാരടുത്ത് കളിപ്പാട്ടമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതായിട്ട് കളിച്ചുകൊണ്ട് കിടന്നോളുമായിരുന്നു. ഇങ്ങനെ നല്ല വലിപ്പമുണ്ട്. ആ ഒരു ഡൈനിങ് ടേബിളിൻ്റെ അത്രയൊക്കെ വലിപ്പമുണ്ട്. നല്ല വലിപ്പമുണ്ടായിരുന്നു. ഇതിൽ നമുക്കും കയറി ഇരുന്ന് കളിക്കാൻ പറ്റും. പിള്ളേരൊപ്പം നമുക്കും കൂടെ ഇരിക്കാൻ പറ്റും. നല്ല വലിപ്പമുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഒരു കുഞ്ഞു പിള്ളേർ 3 പേരൊക്കെ ആണെങ്കിൽ സുഖമായിട്ടിരുന്നായിരുന്നു കളിക്കാം. സ്വിമ്മിംഗ് പൂളായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും എന്നെപ്പോലെ കുളിപ്പിക്കാൻ പേടിയുള്ള ന്യൂ മംസിനൊക്കെ നല്ലൊരു യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഇതുപോലെ ആമസോണിൽ സ്വിമ്മിംഗ് പൂൾ, ബേബി സ്വിമ്മിംഗ് പൂളും സെർച്ച് ചെയ്ത് മേടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.